അപ്പോൾ രാവിലെ ഇപ്പോൾ തന്നെ മോനൂസിൻ്റെ ഫ്രണ്ട്സുകൾ അവനെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കിപ്പോൾ മെയിൻ ജോലി മീൻ പിടിക്കാൻ പോലാണല്ലോ. അപ്പോൾ മോനൂസ് ആണെങ്കിൽ രാവിലെ എണീറ്റ് വന്നുള്ള സമയമായിരുന്നു. വേഗം പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് അപ്പോൾ രാവിലെ കഴിക്കാൻ നൂൽപുട്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ ഇരുന്ന് കഴിക്കാനുള്ള ടൈം പോലും ഇല്ല. സോഫേൻ്റെ മേലെ കൊണ്ടുവന്നിരുന്ന് വേഗം കഴിച്ചിട്ട് വേഗം കൈയൊക്കെ കഴുകി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അമ്പാടിക്കുട്ടനെ ആണെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ കുറേ ബോക്സും പെൻസിലും ഒക്കെ കാണിച്ചു കൊടുക്കൽ അവൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. സംഭവം വേറെ ഒന്നല്ല, 5-6 പെൻസിലും കൊണ്ടാണല്ലോ സ്കൂളിലേക്ക് പോകുന്നത്. അതൊക്കെ കട്ടി ഷൈൻ ചെയ്യണ്ടേ. അങ്ങനെ അവരെല്ലാവരും കൂടി മീൻ പിടിക്കാൻ പോയി. അവർ പോയപ്പോൾ അമ്പാടിക്കുട്ടനെ ആകെ ഷോക്കായി പോയിട്ടോ. അപ്പോൾ അവന് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെരുപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇട്ടിട്ടാണ് ഇപ്പോൾ ഫുള്ള് നടത്താൻ വീട്ടിൻ്റെ ഉള്ളിൽ കേട്ടോ. അതാണ് ഇപ്പോൾ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രെഡ് റോസ്റ്റ് കഴിക്കാൻ ആഗ്രഹം തോന്നിയത് കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, വീട്ടിലാണെങ്കിൽ ബ്രെഡും ഇല്ല മുട്ടയില്ല. ഏട്ടനാണെങ്കിൽ രാവിലെ മുതൽ ടി വി കണ്ടൊരു സോഫയിൻ്റെ മേലെ കിടക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഏട്ടനെ പിടിച്ച് വലിച്ച് എണീപ്പിച്ച് ഏട്ടൻ പോയിട്ട് കടയിൽ പോയിട്ട് മുട്ടയും അതുപോലെ ബ്രെഡൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കി കേട്ടോ. അപ്പോഴാണ് മീൻ പിടിക്കാൻ പോയി നമ്മുടെ മോനൂസ് തിരിച്ചു വന്നത്. അവൻ മീൻ പോയിട്ട് ഒരു ഞെണ്ടുകുട്ടീനെ പോലും അവന് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ബ്രെഡ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.